ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ. ഫോളോ ചെയ്യേണ്ട, ലൈക്ക് ചെയ്യേണ്ട, കമൻറ്റ് ചെയ്യേണ്ട, ഷെയറും ചെയ്യേണ്ട. ഇതിലെ കണ്ടന്റ് മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്കൊരു മാങ്ങ തന്നു. നമ്മൾ ആ മാങ്ങ ലോകത്തിലെ ഏറ്റവും വലിയൊരു ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലെത്ര വൈറ്റമിൻസ് ഉണ്ട്, എത്ര ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അത് പഴുക്കാനെടുത്ത സമയം എത്രയാണ്, അതിൻ്റെ ജെനറ്റിക് കോഡ് എന്താണ്, DNA എന്താണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡാറ്റയും നമുക്ക് സയൻസ് കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷേ ആ മാങ്ങയുടെ ഉള്ളിലുള്ള ഓരോ മോളിക്കുലർ ലെവലും ഓരോ തന്മാത്രയും നമ്മൾ ടെസ്റ്റ് ചെയ്താൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് ആ മാങ്ങ ഉണ്ടായിട്ടുള്ള മാവ് നട്ടത് അത് ആര് നട്ടുവെന്നോ അയാളത് എന്തിന് നട്ടുവെന്നോ സയൻസിന് പറഞ്ഞു തരാൻ കഴിയില്ല. ബിക്കോസ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് സയൻസ്, അത് സയൻസിൻ്റെ പരിധിക്ക് അപ്പുറത്തുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു മാങ്ങയുടെ ഘടന പഠിച്ചത് കൊണ്ട് മാത്രം അത് നട്ട ഒരു കർഷകനില്ല എന്ന് വാദിക്കുന്നത് യുക്തിശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രപഞ്ചവും. ഇതിലെ ആറ്റങ്ങളെ കുറിച്ചിട്ടും ഗാലക്സികളെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്നത് സയൻസാണ്. ഈ എലമെന്റ്സ് പഠിച്ചതിന് ശേഷം ഈ ചേരുവകൾ വെച്ചിട്ട് ഇതിനൊരു സിട്ടാവില്ല എന്ന് നമ്മൾ വാദിക്കുന്നത് യുക്തിയല്ല, അതൊരു ലോജിക്കൽ ഫാലസി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ബ്ലൈൻഡ്നെസ്, ബുദ്ധിപരമായ അന്ധത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് വേറൊരു പോയിന്റ് പറഞ്ഞുതരാം. ഒരു സിസ്റ്റം വർഷങ്ങളോളം കൃത്യമായിട്ട് ഓർഡറായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടുന്നതായിരിക്കണം. നിയന്ത്രിക്കപ്പെടാത്ത ഒരു സിസ്റ്റവും ഒരു കാര്യത്തിനും ഈ ലോകത്ത് കൃത്യതയോടെ നിലനിൽക്കാൻ കഴിയില്ല. ഭൗതികശാസ്ത്രത്തിൽ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു ലോ പറയുന്നുണ്ട്. അഥവാ ഒരു ബാഹ്യമായിട്ടുള്ള ഇടപെടൽ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ എത്ര കൃത്യതയോടെ പോകുന്ന സിസ്റ്റവും അതിൻ്റെ ക്രമത്തിൽ നിന്ന് ക്രമരാഹിത്യത്തിലേക്ക് തകർന്നടിയുന്നു. ഫ്രം ഓർഡർ ടു ഡിസോർഡർ. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ഭൂമിയുടെ കറക്കം, സൂര്യൻ്റെ സ്ഥാനം, നക്ഷത്രങ്ങളുടെ സഞ്ചാര പദം, ഇത്രയും സങ്കീർണമായ ഒരു പ്രപഞ്ചം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു മിസ്റ്റേക്ക് പോലും സംഭവിക്കാതെ ഇത്രയും കൃത്യമായിട്ടുള്ള മാസ്റ്റർ ഡിസൈനിൽ ചലിച്ചുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു കൺട്രോളർ വേണോ വേണ്ടേ? ഈ ചോദ്യത്തിന് നിങ്ങളെ യുക്തിയാണ് ആൻസർ ചെയ്യേണ്ടത്, നിങ്ങളെ നേരത്തെയുള്ള മതവിശ്വാസമല്ല. നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ച് നോക്കുക. എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നുമില്ല, ഞാൻ എൻ്റെ കണ്ടന്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ആലോചിക്കാം, ചിന്തിക്കാം, സ്വയം മനസ്സിലാക്കാം.